தெம்மாங்க பாடிக்கொண்டு செல் என்று சிந்துதம்மா தூரல் முத்து தூரல் பாரு நீ ஏந்திரிச்சிட்டியா? என்னாச்சு இன்னைக்கு லேட்டு? இன்னும் அவதி தோசை இல்லே. அவதி இல்லாத நாளைக்கு இதை விட லேட்டா தானே நீ ஏந்திருப்ப. ഓ തമാശ പറഞ്ഞതാണോ? நானும் தமாஷெல்லாம் சொல்லட்டும் வாரு. நான் உனக்கு பால் எடுத்து வச்சிருக்கேன். பால் குடி. എനിക്ക് പാലൊന്നും വേണ്ട. അതെന്നാ പാല് വേണ്ട? 2-3 നാളാ നീ പാലേ കുടിക്കല. കുടിപ്പാ. എനിക്ക് പാല് വേണ്ട ആന്റി. ചെല്ലം താനേ കുടിടാ. എനിക്ക് പാല് വേണ്ടെന്നല്ലേ പറഞ്ഞേ. അതെന്നാ ഉനക്ക് പാല് വേണ്ട? ഇതാ എനിക്ക് ഇഷ്ടമല്ലാത്തത്. ഒരാൾക്ക് ഒരു സാധനം വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെന്തിനാ നിർബന്ധിക്കുന്നേ? நிர்பந்திக்கும் என்னன்னா நீ சின்ன குழந்தை தானே, உன்னோட உடம்புக்கு என்ன தேவை இருக்கு தேவையில்லைன்னெல்லாம் உனக்கு தெரியாது. அதனால நாங்க சொல்லும், நீ குடி. എനിക്ക് വേണ്ട ആന്റി. ഈ പാലൊക്കെ ചിലവർക്ക് അലർജി ആവുന്നുണ്ട്, അറിയോ? അലർജിയാ? പാലാ? ചുമ്മാ ചുമ്മാ അല്ല, ശരിക്കും പറഞ്ഞതാ. എന്നെ പോലത്തെ ന്യൂജൻ പിള്ളേർക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയ നോക്കിയിട്ട് എല്ലാം അറിയാം. ആഹാ, അവിടെന്നും ഇവിടെന്നും ഓരോന്നും കേട്ടിട്ട് വന്ന് പറയുവാണല്ലേ. പാല് മിതമായിട്ട് കുടിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല. പാലില് പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻ ഉണ്ട്, കാൽഷ്യം ഉണ്ട്. എല്ലിനും നഖത്തിനും ഒക്കെ പാല് നല്ലതാണ്. ഇനി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അമ്മായി, ഈ പാല് കുടിച്ചിട്ടല്ലേ ദഹന പ്രശ്നവും പിന്നെ വയറിളക്കവും ഒക്കെ വരുന്നത്. പിന്നെ കൊഴുപ്പുള്ള പാല് കുടിച്ചു കഴിഞ്ഞാൽ കുറെ വണ്ണം വെക്കും. എവിടെന്നോ ആരോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ വന്ന് ഡയലോഗ് അടി. പാറുവേ, പാലില് ലാക്ടോസ് അടങ്ങിയിട്ടുണ്ട്. ഈ ലാക്ടോസ് ചിലവർക്ക് പറ്റൂല. അതുകൊണ്ടാണ് ചിലവർക്ക് വയറിളക്കമൊക്കെ വരുന്നേ. അവക്ക് ഇഷ്ടമുള്ളതേ അവള് കഴിക്കത്തുള്ളൂ. പക്ഷെ എവിടുന്നൊക്കെയോ എന്തൊക്കെയോ കേട്ട് പഠിച്ചോണ്ട് വന്നിരിക്കുക. പാല് കുടിച്ചെന്ന് വിചാരിച്ച ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ലെങ്കിൽ പാല് നിങ്ങൾ കുടിച്ചോ. ഇറച്ചി ഇപ്പൊ അമ്മൂമ്മ കഴിക്കുന്നില്ല. ഇറച്ചി നല്ലതല്ലേ? എന്താ കാരണം? അമ്മൂമ്മയ്ക്ക് അത് ഇഷ്ടമല്ല. അതുപോലെ തന്നെ പാലും എനിക്ക് ഇഷ്ടമല്ല. മാഡത്തിന്റെ അടുത്ത് പറഞ്ഞു നിൽക്കാൻ നമുക്ക് പറ്റൂല. എല്ലാം അറിയാം, പക്ഷെ ബഹുമാനം ഇല്ല. പാല് കുടിക്കാത്തതിന്റെ പേരിൽ ഇല്ലാത്തതും കൂടെ ഒന്ന് പറഞ്ഞുണ്ടാക്കല്ലേ. പാറു, മിണ്ടാതിരുന്നോണം, അല്ലെങ്കിൽ അപ്പുറത്തെങ്ങാനും പോയിരിക്കേ. പൊടി വരെ വരെ ഇപ്പൊ ലച്ചേച്ചേക്കാളും കഷ്ടമാ. എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ അമ്മായി. എന്റെ പൊന്നു പാറു, ഞാൻ തമാശക്ക് പറഞ്ഞത്. നീ സീരിയസ് ആക്കല്ലേ? പാറുവിനെ ഇച്ചിരി നല്ലതുപോലൊന്ന് ശരിയാക്കാനുണ്ട്. ഇച്ചിരി അല്ല, കുറച്ചധികം ശരിയാക്കേണ്ടിയിരിക്കുന്നു. ആന്റി, ഇനി പാലോടി പഴം കഴിക്കുന്നു പറഞ്ഞോണ്ട് വരരുത്. ഇത്രയും സമയം ഞാൻ തമാശക്കാണ് പറഞ്ഞത്. കനകേച്ചിക്ക് നിന്റെ പുറകെ നടക്കണ അല്ല പണി, അത് മനസ്സിലാക്കിയോ? അമ്മയുടെ അടുത്ത് സംസാരിച്ചോണ്ടിരുന്നാലേ ശരിയാവത്തില്ല. ഇന്ന് മാഡത്തിന്റെ മൂഡ് ശരിയല്ല. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എന്തോന്ന് കിടന്ന് ചുമക്കുന്നേ? അളിയ, എന്തോ ചുമക്കുന്നേ? ഒന്നുമില്ല, ഒന്നുമില്ല. കാര്യം പറയളിയാ, സൗണ്ട് മാറിയിരിക്കുന്നല്ലോ. ലച്ചേച്ചി വിളിച്ചായിരുന്നു അളിയാ? രാവിലെ വിളിച്ചായിരുന്നടാ. എന്താന്ന് അറിയത്തില്ലെന്നേ, മൂക്കടപ്പും നല്ല തലവേദനയും ചെറിയ പനി പോലെയൊക്കെ. അളിയൻ കിടക്കണ കണ്ടപ്പോഴേ എനിക്കത് തോന്നി. ചൂടുണ്ടല്ലോ അളിയാ. കേശാണ് ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ? ഞാൻ എങ്ങനെ ശ്രദ്ധിക്കാൻ? വിളിച്ചറിയിച്ചാലല്ലേ അറിയുള്ളൂ മോളെ. ഒരാളുടെ വയ്യാതെ നടക്കുക, എന്നിട്ട് തമാശ പറയുന്ന. എന്താണ് പ്രശ്നം? സിദ്ധോളിന് വയ്യ. ഓ, അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തില്ലല്ലോ. നീ എന്തിനു പറഞ്ഞു ചൂടാവണ്? ഞാനിപ്പോ ചൂടായി. സിദ്ധോളിനാ ഇപ്പൊ ചൂടായിട്ട് കിടക്കുന്നേ. എന്തു പറ്റി സിദ്ധു? അമ്മായി, ഇന്നലെ ചെറുതായിട്ടൊന്ന് മഴ നനഞ്ഞായിരുന്നേ. അപ്പം ചെറുതായിട്ട് പനി പോലുള്ളൊരു ഫീല്. ചൂടുള്ള എടുക്കട്ടെ? ചൂടുള്ള എടുക്കട്ടെ എന്നാ? എടുത്തോണ്ട് വരണം, അല്ലെങ്കിൽ വേണം ഞാൻ പോവാ.
എന്താണ് മലയാളി അമ്മായിടുത്ത് ഭയങ്കര കലിപ്പിലാണല്ലേ? അതെ, പാലിന്റെ കേസ് പറഞ്ഞ് ചെറുതായിട്ടൊന്ന് ഉരസി അടുക്കളയിൽ വെച്ച് നേരത്തെ. അല്ലയോ ഉം. ഒട്ടും വൈകി ഹോസ്പിറ്റലിൽ പോവാം. വേണമെങ്കിൽ പറയണം. 2 ഇഞ്ചക്ഷൻ എടുക്കുമ്പോ മാറും. ഓടാ. വലിയ സൂചി. എന്തോന്നടാ ഫൺ. സിദ്ധേ, ഉം. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട, തൽക്കാലം കുഴപ്പമില്ല. എന്തുകൊണ്ടാ പറഞ്ഞോളാം. பார்த்து பாரு. ഞാൻ കൊണ്ടുപോയി. பார்த்துப்பா, நல்ல சுடு தண்ணி. സിദ്ധോടാ എന്നാ நான் கொண்டு தரேன்னு சொன்னப்பா அவ ஒத்துக்கவே இல்லப்பா. ഇത്രയും നേരം ആർക്കും നോക്കണ്ടായിരുന്നല്ലോ. ലച്ചേച്ചി ഇപ്പോഴെങ്ങാനും വരും ചേട്ടാ. ഓ ചേച്ചി ചെന്നൈയിൽ നിന്ന് ശിവാനിയെ കൊണ്ട് ഇനിയിപ്പം വരും. എന്തായാലും നന്നായി ചേച്ചി പോയതേ. വല്ലപ്പോഴും ആരെങ്കിലും പോയി ചെന്നൈയിൽ ഒരു ഗാർഡിയനായിട്ട് നിൽക്കുന്നത് നല്ലത്. എടാ, ഞാൻ ലച്ചൂസിന്റെ അടുത്ത് പറഞ്ഞ ഞാനും കൂടെ പോവാന്ന്. പക്ഷെ അവള് സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞതാ അവിടെ പോയി കോളേജിന്റെ അടുത്ത് ഏതെങ്കിലും ഹോട്ടൽ റൂം എടുത്ത് നിന്നിട്ട് കോളേജിലെ കാര്യങ്ങളൊക്കെ തീർത്ത് വരാമെന്ന്. അവിടെ കേക്ക്. അല്ല, ലച്ചു പറഞ്ഞതേ, ലച്ചു എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ശിവയുടെ കൂടെ ഹോസ്റ്റലിൽ നിന്നോളാം, ഇവരും കൂടെ പോയാൽ റൂമൊക്കെ എടുക്കുന്ന ഒത്തിരി പൈസ ആവുമെന്ന് പറഞ്ഞു. അത് പിന്നെ സ്വാഭാവികം. ചെന്നൈ ആകുമ്പോ ഫണ്ട് ഇറങ്ങൂല്ലേ പിന്നെ. அடுத்த வாட்டி சென்னைக்கு போகும்போது சிவானி என்னையும் கூப்பிட்டு இருக்கா. அம்மா நான் அங்க போய் அடிச்சு பொழிச்சிட்டு வருவேன். அம்மா ஆனா நிறைய காசு தேவை, கொஞ்சம் காசு கொடுக்குறீங்களா? ഞാനോ? ஆமா, ஒரு 10,000 രൂപ കൊടുത്താ പോതും. അയ്യോ, വാവ്, 10,000 rupees. അത് കേട്ടാലേ അമ്മ കറങ്ങി വീഴും. പിന്നെ കറങ്ങി വീണു. ഇവിടെ ഒരാള് വയ്യാതെ കിടക്കുന്നെ. അപ്പഴാ ചെന്നൈയിലെ കഥകളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നെ. അളിയാ, ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചാ മതിയേ. കഞ്ഞിയാ? എന്ത് ബിരിയാണി വേണം? കഞ്ഞി മതി. എന്റെ ദൈവമേ, ഇനി എന്തൊക്കെ കാണണോ എന്തോ. എന്താ അമ്മായി അങ്ങനെയൊക്കെ പറയുന്നേ? ഒന്നുമില്ലേ, ഞാൻ അങ്ങോട്ട്. പറ, എന്താ അങ്ങനെ പറഞ്ഞേന്ന്? ഒന്നുമില്ലെന്ന്. അമ്മായി വീട് പോട്ട് ചർലേ, എനിക്ക് വയ്യ. അളിയാ, ലച്ചേച്ചി ഇല്ലാന്നും പറഞ്ഞ് സങ്കടപ്പെടണ്ട കേട്ടോ. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. അളിയാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയേ. ഇപ്പൊ എനിക്ക് ചെറിയൊരു പരിപാടിയുണ്ട്, ഞാൻ പോയിട്ട് വരാവേ. വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ടേ, എനിക്കെടുത്ത് കുടിക്കണേ. അളിയോ കോൾ അടിച്ചല്ല, പാറ് കല്യാണം നിക്കല്ലേ അളിയനെ നോക്കാനായിട്ട്. என்ன சொன்னாலும் பாருக்கு சித்துனா ரொம்ப உசுரு. நான் போய் கஞ்சி எடுத்துட்டு வரேன். മക്കളെ, കുഴിപ്പള്ളത്തുനിന്ന് ആരെങ്കിലും വിളിച്ചായിരുന്നോ? ഇല്ല മുമ്മ, അവിടുന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വിളിക്കുവാണെങ്കിലേ എനിക്ക് വയ്യാന്നുള്ള കാര്യമൊന്നും പറയണ്ട. വെറുതെ അവര് ചുമ്മാ കേട്ടോ. മൂക്കടപ്പുണ്ടോ അളിയോ? ഒട്ടും വയ്യടാ. തൊണ്ടവേദന ഉണ്ടായിരിക്കാൻ പറ്റുമോ? കിടക്കട്ടെ, ബാ. ചൂണ്ടിടാൻ പോയല്ലേ അളിയോ? ശരി, വയ്യെങ്കി വയ്യ.